ഇന്നലെ ഞാനൊരു മൂവി കണ്ടു. അതിൻ്റെ സ്റ്റോറി ലൈൻ അത്ര പോരാ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. എക്സലൻറ്റ്. പിന്നെ അതിലെ സോങ്സ് ഒരു ആവറേജ് ലെവൽ. മൂവിയുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ വേറെ ഒരു കാര്യം പറയാം. നമുക്കിങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിലെ ഓരോ ഫാക്ടേഴ്സും സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുന്നതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് ഇൻ ടേംസ് ഓഫ്. ഇൻ ടേംസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ. ഇൻ ടേംസ് ഓഫ് സോങ്സ്, സോങ്സ് അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ. ഇൻ ടേംസ് ഓഫ് സ്റ്റോറി ലൈൻ, സ്റ്റോറി ലൈൻ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് ഹീ ഈസ് വെരി പുവർ. പഠിത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ വളരെ മോശമാണ്. ഇവിടെ ഒരു കുട്ടിയെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയും. അവൻ്റെ പഠിപ്പിൻ്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണ്. ചിലപ്പോൾ വേറെ പല കാര്യങ്ങളിലും ഈ കുട്ടി വളരെ മിടുക്കനായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ പറയാം, ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് ഹീ ഈസ് വെരി പുവർ. ഹീ ഈസ് വെരി പുവർ ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ്, അങ്ങനെയും പറയാം. ഈ രണ്ട് സെൻറ്റൻസസ് നോക്കൂ. ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് ഹീ ഈസ് വെരി പുവർ എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിൽ ഒരു കോമ ആവശ്യമുണ്ട്. പക്ഷേ ഹീ ഈസ് വെരി പുവർ ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ് എന്ന് എഴുതിയിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു കോമ ആവശ്യമില്ല. രണ്ട് തരത്തിൽ എഴുതിയാലും സെൻറ്റൻസസ് കറക്റ്റ് തന്നെയാണ്, മീനിങ് ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻ ടേംസ് ഓഫ് മൈ ഹെൽത്ത് ഐ ആം കെയർലെസ്. എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വളരെ കെയർലെസ് ആണ്, ഒട്ടും ശ്രദ്ധയില്ല എന്നാണ് പറയുന്നത്. മൈ ഹെൽത്ത് എന്നാൽ എൻ്റെ ആരോഗ്യം. ഐ ആം കെയർലെസ് ഇൻ ടേംസ് ഓഫ് മൈ ഹെൽത്ത്, അങ്ങനെയും പറയാം. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഇൻ ടേംസ് ഓഫ് ഫുഡ് ഇറ്റ് വാസ് ഗ്രേറ്റ്, ബട്ട് ഇൻ ടേംസ് ഓഫ് വെദർ ഇറ്റ് വാസ് ടെറിബിൾ. ഇൻ ടേംസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കാര്യമാവാം. അപ്പോൾ ആ സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ നല്ലതാണ്. ബട്ട് ഇൻ ടേംസ് ഓഫ് വെദർ ഇറ്റ് വാസ് ടെറിബിൾ. വെദറിൻ്റെ കാര്യം, കാലാവസ്ഥയുടെ കാര്യമാണെങ്കിൽ ടെറിബിളാണ്, വളരെ മോശമാണ്, സഹിക്കാൻ പറ്റാത്തത്രയ്ക്ക് മോശമാണ്. അതാണ് ടെറിബിൾ. ചിലപ്പോൾ നമ്മളൊരു ട്രിപ്പൊക്കെ പോയി വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളോട് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് നല്ലതായിരുന്നെങ്കിൽ ഫുഡ് നല്ലതായിരുന്നു എന്ന് പറയാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷേ കാലാവസ്ഥയുടെ കാര്യം സഹിക്കാൻ പറ്റില്ല കേട്ടോ. വേറൊരു എക്സാമ്പിൾ. ഇൻ ടേംസ് ഓഫ് കുക്കിംഗ് ഷീ ഈസ് വെരി ഗുഡ്. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ, പാചകത്തിൻ്റെ കാര്യത്തിൽ അവൾ വളരെ നല്ലതാണ്. ഇൻ ടേംസ് ഓഫ് ഈറ്റിംഗ് ഐ ആം ക്യുക്ക്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വളരെ ക്യുക്കാണ്, വളരെ ഫാസ്റ്റായിട്ട് കഴിക്കും, ഭക്ഷണം വളരെ വേഗത്തിൽ കഴിക്കും. ഇൻ ടേംസ് ഓഫ് റണ്ണിങ് ഷീ ഈസ് വെരി സ്ലോ. ഓട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൾ വളരെ സ്ലോ ആണ്, വളരെ വേഗത്തിലൊന്നും അവൾക്ക് ഓടാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കഴിഞ്ഞിട്ട് ചില സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് നൗൺസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ടേംസ് ഓഫ് സ്റ്റഡീസ്, ഇൻ ടേംസ് ഓഫ് ഫുഡ്, ഇൻ ടേംസ് ഓഫ് വെദർ, ഇൻ ടേംസ് ഓഫ് മൈ ഹെൽത്ത്. ഇവിടെയൊക്കെ ഇൻ ടേംസ് ഓഫ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നൗൺസ് ആണ്. സ്റ്റഡീസ്, ഫുഡ്, വെദർ, മൈ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന നൗൺസ് അല്ലേ. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നമ്മൾ പറഞ്ഞല്ലോ. ഇൻ ടേംസ് ഓഫ് കുക്കിംഗ്, ഇൻ ടേംസ് ഓഫ് ഈറ്റിംഗ്, ഇൻ ടേംസ് ഓഫ് റണ്ണിങ്. കുക്കിംഗ്, ഈറ്റിംഗ്, റണ്ണിങ് ഇതൊക്കെ വെർബൽ നൗൺസ് അല്ലെങ്കിൽ ജെറൻസ് ആണ്. വെർബിനോടുകൂടി ING ചേർത്ത് ഉണ്ടാകുന്ന ജെറൻസ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കഴിഞ്ഞിട്ട് ജെറൻസും ഉപയോഗിക്കാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എന്നതിൻ്റെ
ഒരു എക്സ്പ്രഷൻ നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ.